ഹലോ. പെട്ടെന്ന് ഷോക്കായി പോയോ? ഇല്ല. ഇത്ര വലിയ ബണ്ടിൽ വെച്ചിട്ട് അതും രണ്ടെണ്ണം. ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നറിയാമോ? ഒരു വലിയ സാധനമാണ്. വേറെയൊന്നുമല്ല, സക്കൂറ ഫ്ലവർ. ഇത് കേൾക്കുമ്പോൾ ചേച്ചി എന്താ മലയാളമൊക്കെ വിട്ട് ചൈനീസിലേക്ക് പോയോ എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ചൈനീസ് അല്ല, ജാപ്പനീസ് ആണ്. സക്കൂറ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ഇവന് മറ്റൊരു പേരുണ്ട്, ഭാഷ എന്ന് പറയുന്നത് പോലെ. ഇവനുള്ള മറ്റൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വേറെ ഒന്നുമല്ല, ചെറി ബ്ലോസംസ്. അതെ, റിയൽ ആയിട്ടുള്ള ചെറിയുടെ, അതായത് നമ്മുടെ വീടിന്റെ വാതിക്കെ നിൽക്കുന്ന ആ ചെറി എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒന്നുമുള്ള സാധനമല്ല. റിയൽ ആയിട്ടുള്ള ചെറിയുടെ പൂവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് ജാപ്പനീസിൽ പറയുന്ന പേരാണ് സക്കൂറ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇംഗ്ലീഷിൽ ചെറി ബ്ലോസം എന്ന് പറയും. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്യണം, ദെൻ 5 ചെയിൻ ചെയ്യണം. വട്ടത്തിലിരിക്കുന്ന ചെറി ബ്ലോസത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു ചെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വട്ടത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ആ 5 ചെയിൻ ചെയ്ത ശേഷം ആദ്യം ചെയ്ത ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതൊരു റൗണ്ട് ആക്കി എടുക്കുക. ഇനി ആ റൗണ്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ചെയിനും കൂടെ കൂട്ടിയിട്ട് 3 റൗണ്ടിൽ തീരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. ഇത്ര സിമ്പിളായ ഒരു സാധനം എന്തുകൊണ്ട് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, തീർച്ചയായും എനിക്കറിയാം ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടാൽ ഇതിൽ ട്യൂട്ടോറിയൽ ചെയ്യാമോ എന്ന് ചോദിച്ച് ആളുകളെത്തും. കാരണം ഇത് ഭയങ്കര എസ്തെറ്റിക് ലുക്കുള്ള ഒരു സാധനമാണ്. ഇതിന്റെ ക്രോഷ്യ മാത്രമല്ല, ഇത് ക്ലേ കൊണ്ടുണ്ടാക്കിയാലും എങ്ങനെ റിയൽ ആയിട്ട് വെച്ചാലും എല്ലാം ചെറിയ ബ്ലോസം ഭയങ്കര എസ്തെറ്റിക് ലുക്കാണ്, ഭയങ്കര ഭംഗിയാണ്. ജപ്പാൻകാര് ഇതിനെ സൗന്ദര്യത്തിന്റെയും പ്രതീക്ഷയുടെ ഒരു സിമ്പിളായിട്ടാണ് കാണുന്നത്. കാരണം വേറെയൊന്നും കൊണ്ടല്ല, ഇത് പെട്ടെന്ന് ആ ഒരു ടൈമിൽ പൂക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും. അധിക സമയം ആ ഒരു ചെറിയ ട്രീയിൽ ഇത് നിൽക്കില്ല. പക്ഷേ ആ ഉണ്ടാകുന്ന സമയം ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈമും അതുണ്ടാകുമെന്നും ഉള്ളതിൻ്റെയാണ് ഈ പ്രതീക്ഷയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായിട്ട് ഒരു കാണാൻ കാര്യം. ഇനി ഇതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും അർത്ഥതലങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യുക. എനിക്കറിയാവുന്നത് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 3 ചെയിൻ ചെയ്തതിന് ശേഷം ഒരു DC ചെയ്യുക, പിന്നെയും 3 ചെയിൻ ചെയ്യുക, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത ആ റിങ്ങിൽ ചെയ്യുക. ഇതങ്ങ് 5 വട്ടം, നമുക്ക് 5 പെറ്റൽസ് ആണ് ഈ ഒരു ചെറിയ ബ്ലോസത്തിന് ആവശ്യം. സോ 5 വട്ടം ഇത് ചെയ്യുക. ചെയിൻ 3, 1 DC, ചെയിൻ 3, സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ചെറിയ പെറ്റൽസ് 5 കിട്ടും. ഇനി ഈ പെറ്റൽസിൽ വർക്ക് ചെയ്താണ് നമ്മൾ ഈ പെറ്റൽസിന്റെ വലിപ്പം കൂട്ടാൻ പോകുന്നത്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയായിട്ട് വെക്കുന്ന സാധനം, ഇതിന്റെ ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതോ കുന്നുകളാണോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കേക്കിലൊക്കെ വെക്കുന്നതും ആ ചെറി തന്നെയാണ്. ഇത് പച്ചയ്ക്കും പഴുത്തിട്ടും കഴിക്കാൻ പറ്റും. ഇത് ഈ ഒരു സാധനം, ഇത് പണ്ട് ഞാൻ ട്യൂഷൻ പഠിക്കാൻ പോകുമ്പോൾ, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പ്രായം, അന്ന് ട്യൂഷൻ കഴിഞ്ഞ ഉടനെ ഇതിനകത്തേക്ക് ഓടി അങ്ങ് കയറും. പിന്നെ നിറച്ച് അത് പറിക്കാൻ വേണ്ടി മാത്രം ട്യൂഷന് പോകുന്നതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ എതിർക്കില്ല, ഉള്ള കാര്യം പറയാലോ. പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ഭയങ്കര, ഞാൻ എപ്പോഴും വിഷമിക്കാൻ പോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കും അതെന്ന്. കാരണം പിന്നീട് ഇന്ന് വരെയും, എനിക്കിപ്പോൾ 30 വയസ്സായി, ഇന്ന് വരെയും എനിക്ക് ആ സാധനം കഴിക്കാൻ പറ്റിയിട്ടില്ല. ഈ കേക്കിൽ പഴുത്തിട്ടിരിക്കുന്നതല്ലാതെ പണ്ട് കഴിച്ചതുപോലെ പിന്നീട് ഇതുവരെ ഈ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. ഈ സാധനം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പേടിക്കണ്ട, വണ്ടി പിടിച്ച് പറിക്കാനൊന്നും വരത്തില്ല. എങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നറിയുമ്പോൾ ഒരു സന്തോഷം. അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് തേർഡ് റൗണ്ട് ചെയ്യാം. തേർഡ് റൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 ചെയിൻ ചെയ്യണം. അതിനുശേഷം 1 സിംഗിൾ ക്രോഷേ, 2 ചെയിൻ, 1 സിംഗിൾ ക്രോഷേ. ഇത് നമ്മുടെ ആ പെറ്റൽസ് ഓരോന്നിലും ചെയ്യേണ്ടതാണ്. ഒരു പെറ്റലിൽ തന്നെ 1 സിംഗിൾ ക്രോഷേ, 2 ചെയിൻ, 1 സിംഗിൾ ക്രോഷേ. അത് കറക്റ്റായിട്ട് ചെയ്യുക. ഇത് ലാസ്റ്റ് വരുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 5 വട്ടം ഇത് ചെയ്യണം. 5 വട്ടം 1 സിംഗിൾ ക്രോഷേ, ചെയിൻ 2, 1 സിംഗിൾ ക്രോഷേ, സ്ലിപ്പ് സ്റ്റിച്ച്. ഇങ്ങനെ 5 പെറ്റൽസിൽ വർക്ക് ചെയ്യുമ്പോൾ ആ 5 പെറ്റൽസിന്റെ വലിപ്പം കുറച്ചുകൂടെ വലുതാവും. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാധാ ഫ്ലവറായിട്ട് തോന്നുമെങ്കിലും ചെറിയ ബ്ലോസത്തിന് മറ്റുള്ള പൂക്കളിൽ നിന്ന് വ്യത്യാസമാക്കുന്ന വേറെ ഒന്നുമല്ല. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡി വന്നിട്ട് ഇതിന്റെ സെന്റർ പോർഷനിൽ ഡാർക്ക് പിങ്ക് ഷെയ്ഡി ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രിങ് പോലെ ഇങ്ങനെ വലിഞ്ഞിങ്ങനെ നിൽക്കും. അതാണ് ഈ ചെറിയ ബ്ലോസം അല്ലെങ്കിൽ ചെറിയ പൂക്കൾ എന്ന് പറയുന്നത്, അതിന്റെ ഭംഗി. അപ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ പൂ ഉണ്ടാക്കിയതിന് ശേഷം ആ നടുക്കിലത്തെ ആ ഒരു പോർഷനിൽ നമ്മൾ ചെയ്യുന്നത് ഡാർക്ക് പിങ്ക് യാൺ വെച്ചിട്ട്, അതായത് ഇപ്പൊ യൂസ് ചെയ്തതിന്റെ കുറച്ചുകൂടെ ഡാർക്ക് വെർഷൻ ഷെയ്ഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്ട്രിങ് പോലെ വരുന്ന പോർഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഈ സെയിം പാറ്റേൺ തന്നെ ചെറിയ
സൈസിലുള്ള ഒരു 0.5 0.55 ഈ ഒരു സൈസിൽ വരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടോ ഈ സെയിം പാറ്റേണിൽ തന്നെ ഈ ഒരു ചെറിയ ബ്ലോസം ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങൾക്ക് ലോക്കറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പെൻഡൻസ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് അങ്ങനെ ഓർണമെന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ അക്രലിക്കിന്റെ യാണിൽ ചെയ്തതുകൊണ്ടും ഇതിന് വലിപ്പം കൂടുതലായതുകൊണ്ടും അങ്ങനെ ഓർണമെന്റ്സിൽ യൂസ് ചെയ്യുന്നില്ല. പകരം ഞാനിതൊരു ഹെയർ ക്ലിപ്പായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പൂക്കൾ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? സോ നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്രോഷ്യ ഫ്ലവേഴ്സിന്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. നമുക്കിതൊരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തോ ഭാഗ്യത്തിന് ആ സെയിം ഷെയ്ഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസം ഞാൻ ചെയ്യാൻ കാര്യം. പൊതുവെ ഞാൻ അങ്ങനെ ക്രോഷ്യ ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ക്രോഷ്യ ഫ്ലവേഴ്സ് മാത്രമല്ല, പല ക്രോഷ്യ ബേസിക്കായിട്ട് ചെയ്യുന്ന ക്രോഷ്യേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് ചെയ്യുന്ന പല സാധനങ്ങളും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ക്രോഷ്യ ബോ എന്നും ഞാൻ ഇന്ന് വരെയും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ടേബിളിൽ ഇരിക്കുന്ന ആ ഐക്കോഡ് ബോ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആ ബോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ ആ ഒരു ബോ ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ കമന്റിൽ ഒരാൾ വന്ന് പറഞ്ഞിരുന്നു, പൊതുവെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ സ്റ്റിച്ചിങ്. കണ്ടില്ലേ, എപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഞാൻ ഇതേപോലെ കുരുക്കി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികൾ എനിക്ക് കിട്ടും. പിന്നെ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ട് പോകാറാണ് പതിവ്. എന്തായാലും ഈ പ്രാവശ്യം ചെറിയ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങ് ദേഷ്യമൊക്കെ കടിച്ചമർത്തി വന്ന ദേഷ്യമൊക്കെ എട്ടാക്കി മടക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്തു. ചെറുതായിട്ടല്ല, അത്യാവശ്യം നീളത്തിൽ തന്നെ ഗ്യാപ്പ് വേണം സ്റ്റിച്ചസ് തമ്മിൽ. എന്നിട്ട് സെന്ററിൽ നിന്നാണ് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പെറ്റലിൽ മിനിമം 3 സ്റ്റിച്ചസ് വരുന്ന രീതിയിലാണ് ഞാൻ ഇട്ടുന്നത്. ഇതുപോലെ തന്നെ ഭയങ്കര എസ്തറ്റിക് ലുക്ക് കിട്ടുന്ന വേറെ 2 ഫ്ലവേഴ്സ് കൊണ്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ടുലിപ്പ് ഫ്ലവേഴ്സ്, അതല്ലാതെ പിന്നെയുള്ളത് ഫ്രാൻജി പാനി എന്ന് പറയും, അല്ലെങ്കിൽ പ്ലൂമേറിയ എന്ന് പറയും. നമ്മുടെ ചെമ്പകം, അത് ഭയങ്കര എസ്തറ്റിക് ആണല്ലോ. നമ്മൾ ഈ ചെവിയിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധനം ഇല്ലെങ്കിൽ അതിന്റെ ഫിൽറ്റർ വരെ ഇറക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു എസ്തറ്റിക് ലുക്ക് കിട്ടുന്ന ഫ്ലവറാണ് ഈ ഒരു ചെമ്പകം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലൂമേറിയ എന്ന് പറയുന്നത്. അതും നമുക്ക് ഉടനെ തന്നെ ട്യൂട്ടോറിയൽ ചെയ്ത് നോക്കാം. പിന്നെ നോർമൽ ടുലിപ്സ് നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വേറെ ഒരു വെറൈറ്റിക്ക് പുതിയൊരു സ്റ്റിച്ചിൽ, പുതിയതല്ല, അത്യാവശ്യം ഫോറിനേഴ്സ് ഒക്കെ ചെയ്ത് പിൻട്രസ്റ്റ് കിടപ്പുണ്ട്. എന്തായാലും നമ്മൾ ഈ സ്റ്റിച്ച് പുതിയതല്ല, നമ്മൾ ഇതിനു മുമ്പ് ഈ സ്റ്റിച്ച് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ് ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ് ആ വരുന്ന ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ടുലിപ്പ് ഫ്ലവേഴ്സ് വേറൊരു ലുക്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉടനെ തന്നെ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതും നമുക്ക് റിക്വസ്റ്റ് വന്നിരുന്നു ടുലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാവോന്ന്. എന്തായാലും ഉണ്ടാക്കുന്നു, എന്നാൽ പിന്നെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉടനെ തന്നെ അതും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ സക്കൂറ അല്ലെങ്കിൽ ചെറി ബ്ലോസം റെഡി ആയിട്ടുണ്ട്. ചെറി ബ്ലോസം ഫ്ലവർ എന്നാരും പറയില്ല കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ബ്ലോസം എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ ഫ്ലവർ എന്നാണ്. ബ്ലൂമിങ് എന്ന് പറയുന്നത് വിടരുക എന്നാണ്. ഒരു ടീച്ചർ ആയതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വേറെ ലെവലിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ബാക്ക് ടു ദ പോയിന്റ്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ കൊണ്ട് ഒരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതേപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഇതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് പശ തേച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും നല്ല രീതിയിൽ ഒട്ടുന്ന പശ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പം ഇതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഫ്ലവർ അങ്ങനെ വെച്ച് കൊടുക്കാം. കഴിഞ്ഞു. വലിയ ഹെയർ ക്ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഫ്ലവറൊക്കെ ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ക്ലിപ്പ് ആയതുകൊണ്ടാണ് ഇതേപോലെ ഒന്നിലങ്ങ് നിർത്തിയത്. മുടക്കി മുടി വരുന്നത് വരെ ഞാൻ തന്നെ മോഡൽ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. இந்த ராத்திரி பார்த்து விக்கிறன ஜரமானே